ഞാൻ VM മാത്യു സാറിനെ എൻ്റെ പിതൃതുല്യം സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ വളരെ പ്രത്യേകമായി ഞാനൊരിക്കൽ സാറിനോട് ചോദിച്ചു, സാറിന് നമ്മൾ വീക്കിലി മാത്രങ്ങൾ നടത്തിയാൽ മതിയില്ല, നമുക്ക് ചാരിറ്റിയുടെ പരിപാടിക്ക് വേണ്ടി പോകണമെന്ന് ചോദിച്ചു. ഉപയോഗിച്ച് അതല്ല, ചാരിറ്റിയാണ് നമുക്ക് ആവശ്യം. ചാരിറ്റി വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അന്നത്തെ കാലത്ത് സാറിനെ പഠിപ്പിച്ചു എന്നുള്ള സംഗതിയാണ്. സാറിൻ്റെ കാലശേഷം ആ ചാരിറ്റിയോടുള്ള പ്രവർത്തനത്തെ എനിക്ക് സംബന്ധിക്കുന്നതിനിടയായി ഇതുവരെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് ഇതുവരെ 1300 ഭവനങ്ങൾ നമ്മൾ പറക്കാട്ട് വെച്ചു കൊടുക്കുന്നതിനിടയായിട്ടുണ്ട്. ആ ഓരോ ഭവനം വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് സൈറ്റിൽ പോയി നോക്കാറുണ്ട്. മുമ്പേ രാജപൂക്കാല പറഞ്ഞ പോലെ ആദ്യമേ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കട്ടള വെക്കുന്ന സമയം അവിടെ പോകാറുണ്ട്. അത് തീരുമ്പം താക്കോൽദാനത്തിന് പോകാറുണ്ട്. അത് നമ്മുടെ ഒരു സാധാരണ ശൈലിയാണ്. അർഹരല്ലാത്തവരെ ആരെയും ആ കാര്യത്തിൽ ഉൾപ്പെടുത്തരുത് നല്ല നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആര് റെക്കമെൻഡ് ചെയ്യുന്നാലും ആ സൈറ്റിൽ പോയി നോക്കാറുണ്ട്. അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തിയതിന് ശേഷമാണ് നമുക്ക് കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ IPC ആണോ ചർച്ച് ഓഫ് ഗോഡ് ആണോ അല്ല വേറെ ഏതെല്ലാം ആണോ എന്നുള്ളത് ചിന്തിക്കാറില്ല. നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ള ആളായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട്. അങ്ങനെയാണ് ഇതുവരെ ചെയ്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വീടിന് 1 ലക്ഷം രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു കാലത്തല്ല ഇപ്പോഴും വിവാഹം കഴിക്കുവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കഴിയാതിരിക്കുന്ന അനേകരുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണമേ, വളരെ 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 സ്ഥലങ്ങളിൽ ഇപ്പോഴും വിവാഹം കഴിക്കാതെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, പല കല്യാണങ്ങളും നടക്കുമ്പോൾ എത്ര ആർഭാടമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന കാര്യം മറന്നു പോകരുത്. എനിക്കൊരു കല്യാണത്തിൽ എനിക്ക് സംബന്ധിക്കുന്നിടയായി, ഒരു വിശ്വാസിയാണ് നമ്മുടെ ഒരു ബന്ധുക്കുസാറിൻ്റെ ഒരു കല്യാണത്തിന് സംബന്ധിക്കുന്നിടയായി. ഒരു പ്ലേറ്റിന് 2500 രൂപയായിരുന്നു റേറ്റ്. എൻ്റെ ദൈവമേ, ആ ഒരു പ്ലേറ്റിന് 2500 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കല്യാണങ്ങൾ നടക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആദ്യ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. 5000 തുടങ്ങി 5000 10000 15,000 ഇപ്പോൾ 25,000 നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ വിവാഹം നടക്കും. അപ്പോൾ ഒന്നും ആലോചിക്കണേ, വലിയ വലിയ കല്യാണങ്ങൾ നടത്തുന്നവർ കല്യാണം മാന്യമായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും നടത്തണം. അതിന് സാമ്പത്തികമായ ചെലവുകൾ വരും. എന്നാൽ 250 രൂപയും 2500 രൂപയും 3000 ഒക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടു. ഒന്ന് ചിന്തിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കൂടെ നമ്മൾ കരകയറ്റുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്ന കാര്യം മാത്രം ഞാൻ ഓർമ്മിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. ഏതാണ്ട് 1000 പേരുടെ വിവാഹം നമുക്ക് ഇതിനോടകം നടത്തി കൊടുക്കുന്നതിനിടയായിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ വിദ്യാഭ്യാസ സഹായത്തിൻ്റെ കാര്യം പറയുമ്പോൾ അമേരിക്കൻ ബ്രദർ കുഞ്ഞോൻ ശാമുവലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. വളരെ നാളുകളായിട്ട് അദ്ദേഹം വളരെ തുടർച്ചയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് MBBS പഠിക്കുന്ന പിള്ളേരെ, അതുപോലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പിള്ളേരെ, BSc നേഴ്സിംഗിന് പഠിക്കുന്ന പിള്ളേരെ വളരെ സിസ്റ്റമാറ്റിക് ഓരോ കൊല്ലവും അവർക്ക് ഒരാളെ ഒരു സഹായം കൊടുത്തു കഴിഞ്ഞിട്ട് ആ കൊല്ലം കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത്. അവരുടെ വിദ്യാഭ്യാസം തീരുന്നിടം വരെ അത് ഫോളോ അപ്പ് ചെയ്യുന്നതിനും അങ്ങനെ അവരെ ആദ്യമായിട്ട് രംഗത്തിറക്കുന്നതിനിടയായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം, ഇന്നലെ മിനിഞ്ഞാന്നൊരു ഒരു സഹോദരി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ സഹായം കൊണ്ട് എനിക്ക് MBBS പഠിച്ച് പാസ്സാകുന്നതിനിടയായി. ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ അപ്രന്റീസ്ഷിപ്പ് അതിന് പറയുന്നത് വേറെ പേരുണ്ടല്ലോ, ഹൗസ് സർജൻറ്റ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് കേട്ട വാസം വളരെ സന്തോഷമുണ്ടായി. ഒന്നിനും ആ സാമ്പത്തികമായി യാതൊരു സൗകര്യമില്ലാന്ന ഒരു സഹോദരിയായിരുന്നു. അവരെ കഴിഞ്ഞ 5 കൊല്ലവും ബ്രദർ കുഞ്ഞുവൻ ശ്യാമലിൻ്റെ ആ സഹായം കൊണ്ട് അവരെ പഠിപ്പിക്കുന്നതിനിടയായി. അവർ പഠിച്ച് ഇന്നൊരു ഫുൾ ഫ്ലഡ്ജ് ഡോക്ടറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്നോടൊപ്പം തന്നെ മറ്റു പലരും സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുന്നു. ആ വിദ്യാഭ്യാസ സഹായം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മെറിറ്റ് അവാർഡ് നമ്മൾ എല്ലാ കൊല്ലവും കൊടുക്കുന്നുണ്ട്. സമൂഹത്തിൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുന്ന കുട്ടികളെ ആദരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരു കാലത്തില്ലായിരുന്നു. എന്നാൽ ആ ആശയം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയത്. നല്ല മാർക്ക് മേടിക്കുകയും നല്ല നിൽക്കുന്ന കുട്ടികളെ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത് മുമ്പോട്ട് വിടുന്നതിന് വേണ്ടി
ഈ കാര്യങ്ങൾ ഇടയായിട്ടുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ മെറിറ്റ് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നീടുള്ളത് ചികിത്സാ സഹായമാണ്. ചികിത്സാ സഹായം ഓരോരുത്തരുടെ ഏത് രീതിയിലുള്ള കഷ്ടപ്പാടാണോ അതനുസരിച്ച് നമുക്ക് പലരും തരുന്ന സാമ്പത്തിക സഹായങ്ങൾ സമാഹരിച്ച് വെച്ചുകൊണ്ട് അതിനുവേണ്ടി നാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ള, ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ള, ഗുഡ് ന്യൂസ് ചെയ്യുന്ന വെറും ഒരു പോസ്റ്റ്മാൻ്റെ പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ പ്രശംസിക്കാനൊന്നുമില്ല. ഞങ്ങളെ ഏൽപ്പിക്കുന്ന പരിപാടി വളരെ വിശ്വാസത്തോടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്യുന്നതിനിടയായിട്ടുണ്ട്. തുടർന്നും അത് നടക്കുമെന്ന് ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 10 രൂപ തരണമേ അല്ലെങ്കിൽ ഒരു 1000 രൂപ തരണമേ, നമ്മൾ ഇന്നാരെ സഹായിക്കാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം, അവർ ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏൽപ്പിക്കുന്ന പണം അത് വളരെ കൃത്യമായിട്ട് അത് അർഹരായിട്ടുള്ള കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അതാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടീസ് ചാരിറ്റബിൾ സൊസൈറ്റിയെ പറ്റി ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത്, മാത്യു സാറിന് പ്രായമായി, എനിക്കും പ്രായമായി, സാറങ്ങ് മറന്നുപോയതാണെന്ന് ഓർത്ത്. കാരണം ചാരിറ്റബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും സാറ് വിട്ടോ എന്നെനിക്ക് സംശയം ഉണ്ടായി. സാരമില്ല, നമുക്ക് 2 പ്രായമുണ്ട്, കുഴപ്പമില്ല. ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇതുവരെ ഒരു റെന്റഡ് കെട്ടിടം പോലും ഇല്ല, എടുക്കാത്തൊരു പ്രസ്ഥാനമാണ്. എന്തുമാത്രം ചാരിറ്റി നടത്തും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ അതിന് നമുക്ക് ഇതുവരെയായിട്ട് ഒരു വാടക കെട്ടിടം ഇല്ല, വാടക കൊടുക്കേണ്ട ഗതി വന്നിട്ടില്ല, അതിനൊരു പെയ്ഡ് സ്റ്റാഫ് ഇല്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും വളരെ സിസ്റ്റമാറ്റിക്കായി നടത്തുന്നു. ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളാണ് KV രാജു. എൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും KV രാജുവിൻ്റെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രാപകലില്ലാതെ ഈ വിഷയത്തിന് വേണ്ടി അധ്വാനിക്കുകയും ഓരോ സ്ഥലങ്ങളിൽ പോവുകയും കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. KV രാജുവിനോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുട്ടീസ് ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ, അതുപോലെ തന്നെ ശാലമിലെ രാജുവിനോടുള്ള കാര്യവും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ചാരിറ്റബിൾ സൊസൈറ്റി മറ്റു പലരുണ്ട്, എന്നാൽ രംഗത്ത് വന്ന് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ഥലത്തും സ്കൂറിൻ്റെക്ക് വേണ്ടി ഓരോരുത്തരെ അയക്കാറുണ്ട്, അവരെല്ലാം അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വിധവാ സഹായം, മാത്യു സാർ നേരത്തെ പറഞ്ഞല്ലോ, വിധവാ സഹായത്തിൻ്റെ ആൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ 22 പേർക്ക് വിധവാ സഹായം കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നടത്തുന്നതിനിടയായി പിന്നെ ഓരോ സമയത്തും പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ അതൊരു കാറ്റസ്ട്രോഫിയാണ്. എങ്ങനെ ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളാണ്. ആ കാര്യങ്ങൾ നമ്മൾ പ്രസിദ്ധപ്പെടുത്തണ്ടേ. അനേകർ ആ കാര്യത്തിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്, അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇടുക്കിയിലുണ്ടായപ്പോഴും പീരുമേട്ടിലുണ്ടായപ്പോഴും സുനാമി ഉണ്ടായപ്പോഴും സുനാമിക്കൊക്കെ നമ്മളവിടെ പോയി ചെന്ന് പ്രത്യേകം ബോട്ടുണ്ടാക്കി കൊടുത്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, മാത്യു സാറിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ബോട്ടുണ്ടാക്കാൻ പോയ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കാർത്തികപ്പള്ളിയിൽ നിന്ന് വെള്ളത്തിൽ കൂടെ ഓച്ചറ കയറി ഓച്ചറ നേരെ കായംകുളത്ത് നടന്നൊക്കെയാണ് പോയത്, വെള്ളത്തിൽ കൂടെ നടന്നു പോയത്. അങ്ങനെ ബോട്ട് വരെ ഉണ്ടാക്കി കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. 7-8 ബോട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു വേറൊരു ബോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച വള്ളം, അതുകൂടാതെ ഒരു ഫിഷറി ബോട്ട് നമ്മൾ മേടിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലങ്ങളിൽ നമുക്ക് ചെയ്യുന്നതിനിടയായിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം എപ്പോഴുണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർന്നും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് നിലവിലുള്ള ഒരു പ്രധാന പദ്ധതി, അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുമ്പോൾ കണ്ടുകൊണ്ട് പുറം ലോകത്തുള്ള ആൾക്കാർ, പുറം ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കോളത്തിൽ തന്നെ ഒരാൾ നമ്മളെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീടുകൾ വെച്ച് കൊടുക്കുന്ന ആ പരിപാടി, അതിനുവേണ്ടി ഒരു 9 ഏക്കർ സ്ഥലം ഞാൻ തരാം ഫ്രീ ആയിട്ട്, നിങ്ങൾ ഞങ്ങളുടെ പ്ലോട്ടിൽ വീടുകൾ വെച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 9 ഏക്കർ നമുക്ക് ഒരുമിച്ച് എടുത്താൽ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒരു 1.5 ഏക്കർ നമ്മൾ ഗുഡ്നീസിൻ്റെ പേരിലാക്കിയിട്ടുണ്ട്. ആ 1.5 ഏക്കറിനകത്ത് 24 പ്ലോട്ട് നമ്മൾ തിരിച്ചു, ഓരോരുത്തർക്ക് 5 സെന്റ് വെച്ചുള്ള പ്ലോട്ട് തിരിച്ചിട്ട് അതിനകത്ത് റോഡ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിനുള്ള കിണർ ഞങ്ങൾ കുഴിച്ചു, ഇലക്ട്രിസിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അർഹരായിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും മലബാർ പ്രദേശത്ത് നിന്ന് വരുന്നവർക്കാണ് കൂടുതൽ അർഹത കൊടുക്കുന്നത്. കാരണം ആ പ്രദേശത്താണ് അവിടെ താമസിക്കുന്നത്, നിലമ്പൂരാണ്. അവിടെ 3 ലക്ഷം രൂപ ആവും ഒരു വീട് വെക്കുന്നതിന് വേണ്ടി. സ്ഥലവും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, ഈ തുകയും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന 6 സ്പോൺസേഷനുള്ളൂ കിട്ടിയിട്ടുള്ളൂ. സഹൃദരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണമേ.
ഇനിയും 22 പേർ കൂടെ കൊടുക്കാനുണ്ട്. ഇനി 22 പേർ കൂടെ ആരെങ്കിലും മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. ഓരോന്ന് 5 സെന്റ് 6 സെന്റ് വെച്ച് തിരിച്ചിട്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്ഥലം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ബാക്കിയുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ തന്നെയാണ് വേറെ കുറച്ച് സ്ഥലം നമ്മളെടുത്ത് ഓൾഡ് ഏജ് ഹോമിന് വേണ്ടിയുള്ള പരിപാടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സഹൃദയനായ മനുഷ്യനെ പ്രത്യേകം ഓർക്കുന്നു. കാരണം അദ്ദേഹം മരിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകം എഴുതി വെച്ചു കുട്ടി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. അങ്ങനെ നല്ല ആൾക്കാർ സമൂഹത്തിൽ ധാരാളമുണ്ട്. അവരെക്കുറിച്ച് പ്രത്യേകം ഓർക്കുന്നു. ആ കുടുംബത്തിനുണ്ട്, ജെയിംസ് അവരുടെ കുടുംബത്തിനുണ്ട്, നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർക്കുന്നു. ഇതുകൂടാതെ പല സമയങ്ങളായിട്ട് നമ്മൾ സൈക്കിള്, തയ്യൽ മെഷീൻ, അതുപോലെ ബൈബിൾ വിതരണം, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊക്കെയും ചെയ്തെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ മാത്രമാണ്. ഞങ്ങളുടെ ആരുടെയും മിടുക്കോ സാമർഥ്യമൊന്നുമല്ല. ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒന്നും ക്ലെയിം ചെയ്യാനില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ജോലികൾ ഞങ്ങൾ ചെയ്തു. ദൈവം എത്രത്തോളം നടത്തി. വരും കാലങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നോടൊപ്പം എൻ്റെ കൂട്ടത്തിൽ നിന്നവരും അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് വീക്കിലിയുടെ ഭാരവാഹികൾ ഞങ്ങളെ അങ്ങേയറ്റം സഹായം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മാത്യു സാർ അമേരിക്കയ്ക്ക് പോയിട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടാറുള്ളത്. സാറിൻ്റെ ഇക്കാര്യത്തിൽ സാറിനോട് ആ വിഷയത്തിലുള്ള പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടുകളും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ കയറി.